പി.വി. അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം അത് കേരളത്തിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ പി.വി. അൻവർ യു.ഡി.എഫിൽ ലയിക്കാനുള്ള നീക്കങ്ങൾക്ക് ശ്രമം നടത്തിയിരുന്നു. അതിന് പിന്നോടിയായാണ് പെട്ടെന്ന് തന്നെ പി.വി. അൻവറിന്റെ തൃണമൂലിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം. ഇത് യഥാർത്ഥത്തിൽ യു.ഡി.എഫിന് തിരിച്ചടി തന്നെയാണ്. ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പോലും പി.വി. അൻവർ യു.ഡി.എഫിലേക്ക് കടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള ചിന്തകളിലേക്കും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കെല്ലാം തന്നെ നീക്കമുണ്ട്. മാത്രമല്ല, മണ്ഡലത്തിന്റെ കാര്യത്തിൽ പോലും, പ്രത്യേകിച്ചും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ ഏത് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അൻവറിനെതിരെ ഏത് തരത്തിൽ പടയൊരുക്കം നടത്തണം എന്നുള്ള തീരുമാനങ്ങളിലേക്കെല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പോലും ചിന്തകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയിലാണ് അൻവറിന്റെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായുള്ള ലയനം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ഇനി അൻവറിന്റെ അടുത്ത ലക്ഷ്യം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തു തന്നെയാണെങ്കിലും അൻവർ തൃണമൂൽ കോൺഗ്രസുമായി ലയിച്ചതിന് ശേഷം എങ്ങനെയായിരിക്കും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നിൽക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയുണ്ട്. അതിനുള്ള പ്രധാന കാരണം തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയിലേക്ക് അൻവർ പ്രവേശിച്ചതിന് ശേഷം അൻവറും കൂട്ടാളികളും മാത്രമായി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുമോ അതോ ഒരു മുന്നണി പ്രവേശനത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. അങ്ങനെയാണെങ്കിൽ അൻവർ യു.ഡി.എഫിലേക്ക് തന്നെയായിരിക്കുമോ നീങ്ങുക എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. കഴിഞ്ഞ ദിവസം വരെ അൻവർ ലീഗുമായി ലയിച്ചുകൊണ്ട് യു.ഡി.എഫിലേക്ക് കടക്കുകയാണ് എങ്കിൽ പക്ഷേ ലീഗിന്റെ പോലും പിന്തുണ അൻവറിന് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിയെ കൂടി ഉൾക്കൊള്ളാൻ യു.ഡി.എഫ് തയ്യാറാകുമോ എന്നുള്ള ചോദ്യത്തിനും ഏറെ പ്രസക്തിയുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ പോലും ഇന്ത്യ സഖ്യത്തിന് ഉള്ളിൽ തൃണമൂൽ കോൺഗ്രസിനും രണ്ട് വ്യത്യസ്ത അഭിപ്രായമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ രാഷ്ട്രീയ കാറ്റെല്ലാം തന്നെ കേരളത്തിൽ പ്രതിഫലിക്കുക എന്ന ചോദ്യം അവിടെ ഏറെ പ്രസക്തമാണ്. ഇനി യു.ഡി.എഫിലേക്കുള്ള മുന്നണി പ്രവേശനത്തിൽ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ യാതൊരു കാരണവശാലും സ്വീകരിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. പി.വി. അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയെ, അതായത് DMK, തൽക്കാലം യു.ഡി.എഫിൽ എടുക്കില്ല. അൻവറിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും മുന്നണിയിൽ എടുക്കണമെന്ന് മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ട് എങ്കിൽ ലീഗിൽ ലയിച്ചുകൊണ്ട് യു.ഡി.എഫിന്റെ ഭാഗമാകട്ടെ എന്നാണ് കോൺഗ്രസിന്റെ പുതിയ നിലപാട്. മുന്നണിയുടെ പൊതു തീരുമാനത്തിന് അപ്പുറം മറ്റ് നിലപാടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗും അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ പ്രത്യേക താല്പര്യമില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ പെട്ടെന്ന് യു.ഡി.എഫിന്റെ പടവുകൾ കയറാമെന്ന അൻവറിന്റെ മോഹം പൊലിയുകയാണ്. അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശക്തമായ എതിർപ്പുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന അൻവറിനെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രായഭേദമില്ലാതെ നേതാക്കളുടെ നിലപാട്. മലബാറിലെ DCCകളും അൻവറിനെ യു.ഡി.എഫിൽ ചേർക്കുന്നതിനെ നഖശിഖാന്തം തന്നെ എതിർക്കുന്നുണ്ട്. മലപ്പുറം, വയനാട്, കോഴിക്കോട് DCCകളാണ് പി.വി. അൻവറിന്റെ പ്രവേശനത്തെ എതിർക്കുന്നത്. CPMന്റെ സ്വതന്ത്രനായിരിക്കെ CPM നേതാക്കൾ പോലും ചെയ്യാത്ത തരത്തിൽ കോൺഗ്രസിനും അതിന്റെ നേതാക്കൾക്കുമെതിരെ അധിക്ഷേപ വർഷം ചൊരിഞ്ഞ അൻവറിനെ ഉൾക്കൊള്ളാനാവില്ല എന്നാണ് അവരുടെ നിലപാട്. അത്രയ്ക്ക് ഗതികെട്ട് പോയോ കോൺഗ്രസ് എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നേതൃത്വത്തിന് നേർക്ക് ഉന്നയിക്കുന്ന ചോദ്യം. സ്വന്തം ചെയ്തികൾ കാരണം LDFിൽ നിൽക്കക്കളി ഇല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ അൻവറിന് രാഷ്ട്രീയ അഭയം നൽകേണ്ട ആവശ്യം കോൺഗ്രസിന് ഇല്ല എന്ന് തന്നെയാണ് DCCകളും പറയുന്നത്. ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് പി.വി. അൻവറിനെ തൽക്കാലം മുന്നണിയിൽ ഏറ്റെടുക്കേണ്ട എന്ന ധാരണയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള എതിർപ്പ് മാത്രമല്ല യു.ഡി.എഫിലേക്കുള്ള പി.വി. അൻവറിനെ വഴിയടച്ചത്. ചാഞ്ചാട്ടമുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതും നിയന്ത്രണമില്ലാതെ പ്രതികരിക്കുന്നതുമായ സ്വന്തം ശൈലിയും അൻവറിന് യു.ഡി.എഫിലേക്കുള്ള വഴിയിൽ പ്രതിബന്ധമായിട്ടുണ്ട്. അൻവറിന്റെ പക്വതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളും എന്തും വിളിച്ചു പറയുന്ന ശൈലിയും ഭാവിയിൽ മുന്നണിയിൽ ബാധ്യതയാകുമോ എന്ന് മുന്നണി നേതൃത്വത്തിന് ആശങ്കയുമുണ്ട്. നേരത്തെ യു.ഡി.എഫിന്റെ ഭാഗമായിരുന്ന PC ജോർജിന്റെ അനുഭവം മുൻനിർത്തി തന്നെയാണ് നേതാക്കളുടെ മുന്നറിയിപ്പ്. അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് തന്നെ വികാരപരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഘടക കക്ഷികളും യു.ഡി.എഫിലുണ്ട്.